ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെമ്പരത്താളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെമ്പരത്തിയില എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ചെമ്പരത്തിയില എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല നീറ്റായിട്ട് ചെമ്പരത്തിയില കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴുകിയാൽ അത് പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന ഇലകൾ ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിലിട്ട് നന്നായി ഞെരടി പിഴിയുക. അതിന് നല്ല കൊഴുപ്പൊക്കെ കിട്ടുന്ന രീതിയിൽ 5-10 മിനിറ്റ് നന്നായി ഞെരടി പിഴിയുമ്പോൾ ഫുൾ സത്ത് വെള്ളത്തിൽ കിട്ടും. അതാണ് താളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് മിക്സിയുടെ ഒരു ജാറിൻ്റെയോ ഒരാവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി, താളി റെഡിയായി. ഇപ്പോൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിലും താരനൊക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ, മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല തണുപ്പാണ് താളിക്ക്. ഏതൊരു താളിയും യൂസ് ചെയ്താലും തണുപ്പുണ്ടാകും. പിന്നെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന താളിയാണ്. അതുപോലെ തന്നെ ഷാമ്പൂവിനൊക്കെ പകരം യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചെമ്പരത്തി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട്. ഇത് മിക്കവർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. അതിനുശേഷം താളിയൊന്ന് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ ഇലയാകും. ഇത് ഒരാഴ്ച 2-3 തവണ യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ കൂടി ചെയ്തേക്ക് കേട്ടോ.